കമ്പോസ് ചെയ്തൊരു പാട്ട് അതിൻ്റെ വരികളിൽ പറയുന്നത് പോലെ എൻ്റെ ജീവൻ്റെ അംശമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് മാത്രം സ്വത്തായിട്ടുള്ള സംഭവമാണ്. നൺ അതർ ദാൻ കൈലാസ് മേനോൻ. ഹായ് മഞ്ജു. ഹായ്. ഹായ്. ഹലോ. ഈ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കൈലാസ് മേനോൻ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസർ എത്ര പാട്ടുകൾ ചെയ്താലും അവസാനം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ജീവാംശമായിൽ വന്ന് നേടിയും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവാംശം എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒന്നിലധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തായാലും ഇതുപോലൊരു പാട്ടുണ്ടാക്കാൻ പറ്റില്ല, ഇതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് എന്ന്. അപ്പം ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, അയ്യോ ഒരിക്കലും അങ്ങനെയല്ല, കാരണം നമ്മുടെ എല്ലാവരും ആഗ്രഹം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഉണ്ടാക്കണം, അങ്ങനെയാണല്ലോ എപ്പോഴും. അപ്പോൾ നമ്മൾ എവിടെ പോയാലും പക്ഷേ ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് ഈ പാട്ടിലോട്ട് തന്നെയാണ് ആൾക്കാർ വരിക, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പാട്ടിലോട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് എത്ര സോങ് ചെയ്താലും അങ്ങനെ വരും. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ആക്ച്വലി സിജോയ് വർഗീസ് എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ, സിജോയ് ചേട്ടനായിട്ട് ഇങ്ങനെ എന്തോ സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുള്ളീനെ എപ്പോഴും നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ച് എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും പരിചയപ്പെടുത്തുക. ഞാൻ പറഞ്ഞു എന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഈ പാട്ടിലാണ്. അപ്പോൾ പുള്ളി പറയും അതൊരിക്കലും വിഷമമായിട്ട് കരുതരുത്, അതൊരു ഭാഗ്യമാണ്. കാരണം ഒരു ഐഡൻറ്റിറ്റി കിട്ടുക എന്നുള്ളത് ആൾക്കാരെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ. എത്രയോ ആക്ടേഴ്സൊക്കെ ചിലപ്പം 100 പടം അഭിനയിച്ചാലും ആ ആക്ടറിൻ്റെ പേര് പറഞ്ഞാൽ അത് ആരാന്ന് ചിലപ്പോൾ മനസ്സിലാവാതെ പോകും. പക്ഷെ ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ച് എന്ന് പറയുമ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ ഈ പാട്ട് കൈലാസിന്റെ ഏറ്റവും ഒരു ഐഡന്റിറ്റി ആയിട്ട് കരുതി സന്തോഷിക്കുക. അത്ര തന്നെ. ഇപ്പൊ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോ കൈലാസ് മേനോൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കയ്യിൽ നിരവധി പടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ലിറ്റിൽ ഹാർട്ട്സ് എടുത്താലും ഗിറില് ഒരു പാട്ടുണ്ട്, പിന്നെ ലേറ്റസ്റ്റ് ഇപ്പൊ ബിഗ് ബെൻ ആണല്ലേ, ഇപ്പം റിലീസായ മൂവിയാണത്. അതെ. അപ്പൊ ഇതിലേക്ക് ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലിറ്റിൽ ഹാർട്ട്സ് ആണ് ഞാൻ കണ്ട പടം കൂടെ എന്നുള്ള രീതിയിൽ പറയാം. ലിറ്റിൽ ഹാർട്ട്സിൽ താങ്കളുടെ പൊതുവെ താങ്കളെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, മെലഡിയുടെ രാജകുമാരനാണ്. അപ്പൊ മെലഡിയാണ് താങ്കളിലെ ആൾക്കാർ വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കുന്ന ഒരു സംഭവം. പക്ഷെ ലിറ്റിൽ ഹാർട്ട്സിൽ താങ്കൾ എല്ലാവരും ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ഈ പറഞ്ഞ പോലത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ ഇറങ്ങി ഹിറ്റായ സോങ് ജീവാംശമായി, പിന്നെ വന്ന് ഹിറ്റായിട്ടുള്ളത് നീ ഹിമമഴയായി, അപ്പം പിന്നെ അലറി എന്നുള്ള സോങ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുമ്പോൾ എപ്പോഴും ആ ശ്രദ്ധിക്കുന്ന എല്ലാത്തിനും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുക. കാരണം ഇതേ മൂവീസിൽ എല്ലാ ഈ പറഞ്ഞ എല്ലാ സിനിമകളിലും മറ്റ് സ്റ്റൈൽ ഓഫ് സോങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തീവണ്ടി എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിൽ ഫോക്കിലുണ്ടായിരുന്നു, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങളിൽ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ശ്രദ്ധിക്കപ്പെട്ട സോങ്സ് വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മളെ ടാഗ് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വലിയ ചലഞ്ചാണ്. എല്ലാ മൂവീസിലും നമ്മൾ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ശ്രദ്ധിക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ വരുമ്പം അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. തീവണ്ടി മൂവിയിലൊക്കെ പറഞ്ഞിരുന്നത് ബാക്കി എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്തു, പക്ഷേ ഈ ഒരു പാട്ട്, ഈ പെർട്ടിക്കുലർ പാട്ട് ഷുഡ് ബി ഇങ്ങനത്തെ ഒരു സാധനം ആയിരിക്കണം എന്നൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിരുന്നു അത് ഈ പറഞ്ഞ പോലെ കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു പാട്ടായിരിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം റീവിസിറ്റ് ചെയ്യുമ്പോഴും ചില പാട്ടുകൾ ഓർത്തെടുത്ത് നമ്മൾ ചില കമ്പോസേഴ്സിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. ചിലപ്പം എത്ര വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അവരുടെ പാട്ട്, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഐഡന്റിറ്റി ഉള്ള കുറച്ച് വർക്ക്സ്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് വർക്ക്സ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന എല്ലാ പടത്തിലും താങ്കളുടെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു പാട്ടുണ്ടാവും. ഇപ്പൊ ഈവൻ ഗിറിൽ പോലും ഡോൺ വിൻസെന്റ് ആണ് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. പക്ഷെ ആ ഒരൊറ്റ പെർട്ടിക്കുലർ പാട്ട് ആരോ എന്നുള്ള പാട്ട് ചെയ്യാൻ വേണ്ടി താങ്കളെ വിളിച്ചിട്ടുണ്ട്. കാരണം ആ പോർഷനിൽ താങ്കളുടെ ഒരു സ്റ്റൈല് വേണം. അത് എൻ്റെ സ്റ്റൈൽ വേണം എന്നുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു ചാലഞ്ചും ചിലപ്പോൾ അതാണ്. നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് ഇപ്പം ഒരു ലവ് സോങ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു സ്റ്റൈലിലൊരെണ്ണം ചെയ്യുമെന്ന് പറയുമ്പം പലപ്പോഴും ചിലപ്പോൾ പറയും ഇതിൽ കൈലാസിന്റെ സിഗ്നേച്ചർ വന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ആ സിഗ്നേച്ചർ ഒന്ന് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, വേറൊരു നന്നാവാൻ അത് അനുവദിക്കില്ല. അപ്പോൾ എന്നാൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, എന്നാൽ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ പറയും ഇത് സിഗ്നേച്ചർ ഒരു യൂഷ്വൽ ഒരു പാറ്റേൺ ആയി പോയില്ലേ എന്നുള്ള ചോദ്യവും വരാം. അപ്പം ഇതൊക്കെ ഭയങ്കര ചലഞ്ചാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ശരിക്കും അത് റിസ്കിയാണ് അല്ലെ? നമ്മൾ അത് ചെയ്യാണ്ട് വേറൊന്നും ചെയ്യുന്നത് ചിലപ്പോ താളം തെറ്റിപ്പോയാലോ. പക്ഷെ അത് ചെയ്യണം, അങ്ങനെ മാറ്റി തന്നെ ഡെഫിനറ്റ്ലി. കാരണം ആ ആഗ്രഹം നമുക്കുണ്ടാവും, നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ടാവും, വേറെ ഡിഫറെൻ്റ് ആയിട്ട് ഇയാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് പുതിയ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി
എല്ലാ കമ്പോസേഴ്സിനും അവരുടേതായ ചില സിഗ്നേച്ചർ അവർ പോലും അറിയാതെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് ഏത് രീതിയിലായിരിക്കും അത് വരുന്നതെന്ന് അറിയില്ല. നമ്മൾ ആക്ച്വലി അസിസ്റ്റ് ചെയ്തത് ഔസേപ്പച്ചൻ സാറിനെയാണ് അല്ലേ? ഔസേപ്പച്ചൻ സാറിനെ അസിസ്റ്റ് ചെയ്തു. പക്ഷെ അവിടെയും എനിക്കൊരു ഒരു എന്താ ഒരു കണ്ടിന്യൂസ് എന്തോ ഒരു കണക്ഷൻ തോന്നി. ഔസേപ്പച്ചൻ സാറ് കമ്പോസ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ താങ്കൾ അസിസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ഗോപി സുന്ദർ. അല്ല, അവിടുത്തെ മ്യൂസിക് പ്രോഗ്രാമർ ആയിരുന്നു. മ്യൂസിക് പ്രോഗ്രാമർ, ഞാൻ സൗണ്ട് എഞ്ചിനീയറും ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നു, താങ്കൾ അങ്ങോട്ടേക്ക് ചെക്ക് കയറിയോ ഗോപി സുന്ദറിന്റെ അടുത്തേക്ക്? അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി സുന്ദർ ഓൾറെഡി അന്ന് നോട്ട്ബുക്കും ബിഗ് ബീം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഔസേപ്പച്ചൻ സാറിന് വേണ്ടി മ്യൂസിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഔസേപ്പച്ചൻ സാറിനെ നേരിട്ട് പോയി കണ്ട് അസിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക, നീ കൂടിക്കോ എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ജോലിയും കൂടെ കിട്ടി. രണ്ടും ഒരേ സമയത്ത്, രണ്ടും ഹാപ്പൻ ചെയ്യുന്ന ഒരേ സ്ഥലത്ത് തന്നെ അവരുടെ പാട്ടുകൾ ഉണ്ടാകുന്നതും. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ എഞ്ചിനീയറായി നിന്നുകൊണ്ട് തന്നെ സാറിൻ്റെ വർക്കുകൾ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കത് ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, രണ്ടുപേരിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ഔസേപ്പച്ചൻ സാറിനെ ഞാൻ ചെറുപ്പം മുതലേ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഔസേപ്പച്ചൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അവരുടെ കമ്പോസിങ്ങും റെക്കോർഡിങ്ങും അവരുടെ അപ്രോച്ചും ഒക്കെ അറിയാൻ പറ്റുക എന്നുള്ള ഒന്ന്. പിന്നെ ഗോപി ചേട്ടനിൽ നിന്നാണെങ്കിലും അവരുടെ ഒരു സ്റ്റൈൽ, ഒരു അന്നത്തെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെ ആയിരുന്നല്ലോ ഗോപി ചേട്ടൻ. അപ്പം എന്തൊക്കെ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ രണ്ടുപേരുമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കിയ കമ്പോസേഴ്സ് എന്ന് പറയാം. അഹങ്കാരിയായിരുന്നു സത്യം പറഞ്ഞ കാര്യം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വിചാരം, സ്കൂളിംഗ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ വിചാരം നമുക്ക് ഈ മ്യൂസിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭയങ്കര എളുപ്പം ചെയ്യാം എന്നൊക്കെയുള്ള കുറേ ധാരണകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതിന്റെ പുറത്താണ് ഓരോരുത്തരും കമ്പോസറായി ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ മ്യൂസിക് ആൽബം ചെയ്യുന്നതും പിന്നെ ഇവരുടെ കൂടെ ഒക്കെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഇതത്ര പാടുള്ള കാര്യമല്ല എന്നുള്ളത്. പക്ഷെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഒന്നുമല്ല, ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അന്നൊക്കെ ചാടിക്കറി സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായി അത് ചെയ്യാൻ മാത്രം ഞാൻ ആയിട്ടില്ല. ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവണം, കമ്പോസ് ചെയ്യാനാണെങ്കിലും അതെ, ക്ലയൻസിനെ ഡീൽ ചെയ്യാനാണെങ്കിലും അതെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പാഠങ്ങൾ അവരാരും മനഃപൂർവ്വം വന്ന് നമ്മളെ പഠിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചില എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ, കാരണം റിജക്ഷൻസ് ഒന്നും നമ്മളതിന് മുമ്പ് ഫേസ് ചെയ്തിട്ടില്ല. നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുമ്പോഴും അഡ്വർടൈസ്മെന്റിന് വേണ്ടി മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെയാണ് റിജക്ഷൻസ് ഫേസ് ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ട് ദിവസങ്ങളിരുന്ന് ഉണ്ടാക്കിയ സാധനം കേൾപ്പിക്കുമ്പോൾ കേട്ട വഴിക്ക് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. നല്ല സാധനമായിരിക്കും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് റിജക്ട്. അപ്പോൾ ആ റിജക്ഷൻസ് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നമ്മൾ പതറാതെ വീണ്ടും അടുത്ത് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയപ്പോഴാണ് നമുക്ക് അപ്പോഴാണ് റിയലൈസ് ചെയ്തത് എത്രയും പെട്ടെന്ന് സിനിമയാണെന്നൊന്നുമില്ല, കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പയ്യെ ചെയ്താലും മതി, കുഴപ്പമില്ല. ചെറുപ്പത്തിലേ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോഴും ഞാൻ ജോൺസൺ മാഷിൻ്റെയും രവീന്ദ്രൻ മാസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെയൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക് ആയിരുന്നു. അതായത് എ ആർ റഹ്മാൻ സാർ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ മലയാളത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഔസേപ്പച്ചൻ സാറായിരുന്നു. കാരണം പക്ഷേ ഇവിടെ പൊതുവേ അന്ന് അദ്ദേഹം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ഓഡിയൻസിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ മറ്റവർക്ക് കിട്ടിയിരുന്ന ഒരു സ്വീകാര്യത കിട്ടാതെ പോയി എന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എല്ലാവരും ജോൺസൺ മാസ്റ്റർ അല്ലെങ്കിൽ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഔസേപ്പച്ചൻ സാറിൻ്റെ പേര് അന്ന് അധികം പറഞ്ഞു കേൾക്കാറില്ല. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പാട്ടുകളും മനോഹരമായ പാട്ടുകളാണ്. ഞാനത് സാറിൻ്റെ അടുത്ത് തന്നെ നേരിട്ടും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെയെന്ന് തോന്നുന്നു. അപ്പോൾ സാറ് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഫുൾ ടൈം ചെന്നൈയിലായിരുന്നു, അതുകൊണ്ടായിരിക്കാം മീഡിയ പ്രസൻസ് കുറവായുണ്ടാവും, അങ്ങനെ പല റീസൺസും കാണും. പിന്നെ കുറച്ചുകൂടി ഒരു മോഡേണിറ്റി ഉള്ള സോങ്സ് ആയിരുന്നു ഔസേപ്പച്ചൻ സാറിൻ്റെ. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററിൻ്റെ ഒരു ക്ലാസിക്കൽ ബേസ്ഡ് ആണെങ്കിൽ, ജോൺസൺ മാഷിൻ്റെ കുറച്ചുകൂടി ഒരു നാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ആണെങ്കിൽ, ഔസേപ്പച്ചൻ സാർ കുറച്ചുകൂടി വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ഒരു സ്റ്റൈലായിരുന്നു. നമുക്ക് അന്ന് ഇവിടെ എപ്പോഴും അതിനെപ്പോഴും ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി ഒരു സമയം എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം റീസൺ തോന്നുന്നു. അപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ഈ പറഞ്ഞ പോലെ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്. തീവണ്ടിയിൽ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീവണ്ടിയിൽ ആക്ച്വലി അൽഫോൺസ് ജോസഫ് പാടിയ ഒരു സോങ്ങിൽ ഞാനും അദ്ദേഹം കൂടെ ചേർന്നാണ് പാടിയത്. ഒരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. അതെ അതെ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ പാടിയിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും ഞാൻ പാടുമ്പം എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ആ സോങ് വേറെ ആൾക്ക് പാടാൻ പറ്റും തോന്നും. അങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും, എന്നിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കും. എന്നിട്ട് ആദ്യമായിട്ട് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിലത്തെ ഒരു സോങ് കമ്പോസ് ചെയ്ത് വന്ന് ഡമ്മി ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നി ഈ പാട്ട് എൻ്റെ വോയിസിൽ കലക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ഫീലുണ്ട്. കാവ്യ അജിത്തിൻ്റെ കൂടെ ഉള്ളൊരു സോങ്ങാണ്. കാവ്യ അജിത്തും ഞാൻ പാടി ആദ്യമായിട്ട് കൊള്ളാൻ തോന്നി. ഞാനത് പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും അയച്ചു കൊടുത്തപ്പം
ആ പാട്ട് നല്ല രസമുണ്ട്, ഇനി ഇത് ആരാ പാടണേ, അശോ ആര് പാടിയാൽ വേറെ ആരെങ്കിലും പാടിയാൽ നന്നായിരിക്കുമല്ലോ ഇത് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് How മനസ്സിലായി dare ഓക്കെ you. ശരി ഓക്കെ എന്നാൽ പിന്നെ വേണ്ട ഏറ്റില്ല. മാറ്റി പാടാം. അങ്ങനെ അത് അരവിന്ദ് നായർ എന്ന് പറഞ്ഞ പുതിയ സിംഗറിനെ കൊണ്ടത് പാടിച്ചത്. AR റഹ്മാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇപ്പം പുതിയ പാട്ടുകാരൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഞാൻ റീൽസ് എല്ലാം നോക്കിയിട്ടാണ്. നോട്ട് ചെയ്യും. Yeah, അതെ അപ്പൊ അങ്ങനെ ശരിക്കും നോക്കുക. ഇപ്പം നിത്യ അങ്ങനെയാന്ന് തോന്നുന്നു അതെ അതല്ലേ? നിത്യ, അതെ അഭിജിത്ത് അനിൽകുമാർ എന്ന് പറഞ്ഞ സിംഗറില്ലേ യാതൊന്നും പറയാതെ എന്നുള്ള എൻ്റെ സോങ് പാടിയ അഭിജിത്തിന്റെ ഫസ്റ്റ് സോങ് ആണത്. അഭിജിത്തിന്റെ പാട്ട് ഞാൻ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരുപാട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല സിംഗേഴ്സിനെയും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ശ്രുതി ശിവദാസ് കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിലും വാശിയിൽ ഋതുരാഗം ഒക്കെ പാടി ശ്രുതിനൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണ്. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് മൂവിയിൽ പാടിയ മറിയ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് ആണ്. ഒരുപാട് പേര് അങ്ങനെ പല എവിടെന്നെങ്കിലും പിന്നെ അത് നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പം അത് വർക്കാവും. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ലൈഫാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സിന് ഒരുപാട് പാട്ടുകളിൽ ഒരു പാട്ട് മാത്രമായിരിക്കാം, പക്ഷേ പുതിയ സിംഗേഴ്സിന് ചിലപ്പോൾ അതൊരു പുതിയൊരു അതെ 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 കാരണം നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ആഗ്രഹിച്ചു സിനിമ ചെയ്യാൻ, പിന്നെ എനിക്ക് പക്ഷേ ആദ്യമായി സിനിമ ചെയ്യാൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മാത്രമല്ല ഇതൊരു കൈൻഡ് ഓഫ് ഞാൻ AR റഹ്മാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, സാർ ഇങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവരുന്നല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ആക്ച്വലി എനിക്കതേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ തോന്നി കാരണം നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും കൂടെ ഒരു പുള്ളി അതിൻ്റെ അകത്ത് പറഞ്ഞൊരു ടേം എന്ന് വെച്ചാൽ പുള്ളിക്കൊരു കിക്കാണ് ഒരു പുതിയൊരാളെ ലോഞ്ച് ചെയ്ത് അവർക്കൊരു ലൈഫ് ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടുന്നത് കാണുമ്പോൾ ഒരു അവരെക്കാൾ സന്തോഷം പുള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും സിംഗേഴ്സ് ഉയരങ്ങളിലോട്ട് എത്തുമ്പോഴും അല്ലെങ്കിൽ അവരുടെ വേറെ സോങ്സ് കേൾക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരെക്കാൾ സന്തോഷം നമുക്കാണ് സത്യം പറഞ്ഞത്. കാരണം എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്, കാരണം ഒരു ലൈഫ് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പം ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതും ഒരു റീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കതിന് അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ കൈലാസിന്റെ ഒരു പാട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ പാട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നതും അല്ലെങ്കിൽ ആ പാട്ടിനെ പോപ്പുലർ ആക്കുന്നതും ഒക്കെ ഈ റീൽസ് ആണ്. ജീവാംശം മുതൽ നോക്കിയാല് ജീവാംശം കൊണ്ട് ഡാൻസേഴ്സ് വരെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർക്ക്. അപ്പം അവരൊക്കെ ലൈഫ് സെറ്റായി സത്യം പറഞ്ഞാൽ അതോടുകൂടെ. എനിക്ക് തോന്നുന്നത് അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവാംശമാണെങ്കിൽ പോലും ഇറങ്ങിയത് മുതൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. എനിക്ക് കൊള്ളാൻ തോന്നുന്നത് ഒക്കെ ഷെയർ ചെയ്യും. കൊള്ളാൻ തോന്നിയാലും ഇല്ലെങ്കിലും ഒരാൾ പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അതൊരു കൈൻഡ് ഓഫ് ഒരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പം അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇറങ്ങുന്ന പാട്ടുകളാണെങ്കിലും ഏതാണെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുമോ ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നണം ഡെഫിനറ്റ്ലി. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം അപ്പം മേ ബി ചിലപ്പം ആക്സസബിൾ ആണെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഏറ്റു പാടുന്നത് അല്ലെങ്കിൽ എടുത്ത് പാടുന്നുണ്ടാവും. അതും ഒരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ. കൈലാസ് മേനോൻ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനകത്ത് കയറുമെന്ന് ഉറപ്പുള്ള ടൈപ്പ് ഒരു ഹുക്ക് ഒരു പാട്ട്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രിയേഷൻ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാക്കിക്കളയാന്ന് കരുതി ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് പഴയ പല കമ്പോസേഴ്സും നമ്മളെ ഇൻഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഈ നമുക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹം വച്ച് നടക്കുന്ന ഒരുപാട് സമയകാലങ്ങളിൽ നമ്മൾ അനലൈസ് ചെയ്യുമായിരുന്നു ഈ സിംഗേഴ്സിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പല പാട്ടുകളും എന്തുകൊണ്ട് ഹിറ്റായി എന്നൊരു സ്റ്റഡി നമ്മൾ നമ്മുടേതായ രീതിയിൽ ഞാൻ ഈവൻ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വരെ വെക്കുമായിരുന്നു, ലൈക്ക് എന്തായിരിക്കും റീസൺ. അപ്പോൾ അങ്ങനെ ഒരു റീസണിൽ നിന്നാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവാംശമായി എന്നുള്ള പാട്ടിലെ രാഗം പോലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പം രീതികോളം എന്നുള്ള രാഗം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു സ്റ്റഡി നോക്കുമ്പം പണ്ടത്തെ കണ്ടു ഞാൻ മിഴികളിൽ സൂപ്പർ ഹിറ്റാണ്. അത് കഴിഞ്ഞ് കൺകളിരണ്ടാൽ അവസാനമായിട്ട് ഇറങ്ങിയ ഭീകരമായ ഹിറ്റായ പാട്ടാണ്. അതുപോലെ അഴകാണ് രാക്ഷസിയെ. അപ്പോൾ ഈ രാഗത്തിലുള്ള എല്ലാ പാട്ടുകളും ഒരു വെറും ഹിറ്റല്ല, സൂപ്പർ ഹിറ്റുകളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു 2009 തോന്നുന്നു മറ്റേ പിച്ച വെച്ച നാൾ മുതൽ അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട് ആ രാഗത്തിൻ്റെ. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് അങ്ങനെ ആ രാഗത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് ആ രാഗത്തിൽ പാട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര സിമിലാരിറ്റി തോന്നുന്ന രാഗമാണ്. പക്ഷേ ലാസ്റ്റ് ഒരു 10 years ആയിട്ടൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഐ തോട്ട് ഓക്കെ അതായിരിക്കും ഒരു റൈറ്റ് രാഗം ടു ചൂസ് എന്ന് തോന്നിയിട്ടാണ് അന്ന് അങ്ങനെ എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ പാട്ട് പോലും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പം കമ്പോസേഴ്സിന് എടുക്കാൻ നേരത്ത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരു ഹോൾ സോങ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏത് പോർഷനാണ് ആൾക്കാരുടെ ഉള്ളിലോട്ട് ഏറ്റവും തറച്ച് കയറിയതെന്നുള്ളത് ഞാൻ പണ്ട് മുതലേ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ സോങ്ങിലും കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഇന്ന ഒരു പോർഷൻ ആയിരിക്കും ആൾക്കാരുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവുന്നത്. കാരണം അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കമ്പോസേഴ്സ് എപ്പോഴും കറക്റ്റായ ഒരു ടൈമിങ്ങിൽ
ആ ഒരു എലമെൻ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ ഏത് സോങ് എടുത്തു കഴിഞ്ഞാലും, ഫാസ്റ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാലും, സ്ലോ സോങ്സ് എടുത്താലും ഒക്കെ അതിനകത്ത് അതിമനോഹരമായ മെലഡി ഉണ്ടാവാറുണ്ട്. ആ ഇപ്പോൾ ഹൗവ ഹൗവ എന്നുള്ളൊരു സോങ് ഒരു ഫാസ്റ്റ് സോങ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ അനുപല്ലി വരുമ്പം ചിരകാല മോഹങ്ങൾ അനുരാഗ സന്ദേശമൊഴുകുന്ന അങ്ങനെ പോവുക. അപ്പോൾ അത് എവിടെയോ ഇപ്പോൾ ഫാസ്റ്റ് സോങ് ആണെങ്കിൽ ആൾക്കാർക്ക് റിപ്പീറ്റ് കേൾക്കാനായിട്ടുള്ളൊരു ഹുക്ക് അവിടെ ഇട്ട് വെക്കുന്നുണ്ടാവും. അല്ല, ആ ഒരു ഓക്കെ. എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ പോർഷൻസിൽ ആൾക്കാരുടെ ഉള്ളിലോട്ട് കയറുന്ന ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്യൂൺ ഉണ്ടാവണം എന്ന് പലപ്പോഴും കരുതാറുണ്ട്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ഒരു ഇതിലോട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്, ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല. അല്ല, ആയിരിക്കും. അതുകൊണ്ടാണല്ലോ എല്ലാവരുടെയും ഉള്ളിലേക്ക് ആയിരിക്കാം. കയറുന്നേ. ആയിരിക്കാം. അതിപ്പോൾ എൻ്റെ തന്നെ സോങ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ജീവാംശമായി എന്നുള്ള സോങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ആ ഏരിയ വരുമ്പോഴേക്കും പാട്ട് വേറൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന പാട്ട് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറുന്ന ഒരു ഫീലിലോട്ട് എനിക്കാ തോന്നുന്നത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഹിമമഴ എന്നുള്ള സോങ് എടുത്തു കഴിഞ്ഞാൽ ഒരേ വഴിയിലിരവോളം ഒഴുകി നാം കെടാതെരിയണേ നമ്മളെന്നെന്നും നീ. അതാണ് ഞാൻ ആ പാട്ടിലത്തെ ആൾക്കാരുടെ ഉള്ളിലോട്ട് കയറുന്നു എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു പോർഷൻ. പല മ്യൂസിക് ഡയറക്ടേഴ്സും ചിലപ്പോൾ സമ്മതിക്കില്ല. നമ്മളിങ്ങനെ വൈഡ് ആയിട്ടുള്ളൊരു ലിസണിങ്, പല പാട്ടുകൾ, പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ അതുമേന്ന് ഇൻസ്പയർഡ് ആയി എന്നുള്ളൊരു തോന്നൽ വരണ്ട എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ കൈലാസ് കുറച്ചുകൂടി അങ്ങനെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന, ഒരുപാട് ആൾക്കാരെ എടുത്ത് ഇതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അല്ല, അത് ഭയങ്കര ഒരു വ്യത്യാസമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. സോ ആ ഒരു വാസ്റ്റ് ലിസണിങ് എത്രത്തോളമാണ് നമുക്കൊരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വാസ്റ്റ് ലിസണിങ് ഉണ്ടാവുമായിരിക്കും. എത്ര പേര് ഈ പറഞ്ഞ പോലെ അഡ്മിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ കൂടെ എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള എല്ലാവരും കുറെ കൂടെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണെന്ന് തോന്നുന്നു മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ വർക്കിനെ. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്, ഒരു കാലഘട്ടത്തിലെ കലാകാരന്മാരൊക്കെ അവരുടെ കലയിൽ, അവരുടെ ആർട്ടിൽ ഭയങ്കരമായി അഹങ്കരിച്ചിരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഭയങ്കരമായി അവരാണ് അൾട്ടിമേറ്റ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്ന ഒരുപാട് മ്യൂസീഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അത് മാറി ഇപ്പം എ ആർ റഹ്മാൻ്റെ കാലഘട്ടത്തിലോട്ടൊക്കെ വന്നപ്പോഴേക്കും ഒരു കൈൻഡ് ഓഫ് കൊളാബറേഷനായി മാറി, കൂട്ടായ്മയായി മാറി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വർക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ തന്നെ ജീവാംശമായി എന്നുള്ള പാട്ടിൽ ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത് ഇന്നത്തെ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയാണ്. അതെ, അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എനിക്കൊന്ന് രാജേഷ് മുരുകേഷൻ്റെ പ്രേമത്തിൽ വയലിൻ വായിച്ചേക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. അപ്പോൾ അങ്ങനെ കുറെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ആൾക്കാർ. അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. കുറച്ചുകൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും മാത്രമല്ല, ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്ച്വലി സ്പേസ് ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും സ്പേസ് ഉണ്ട്. മ്യൂസീഷ്യൻസ് ആണെങ്കിലും ആർക്കും ഒരാൾ കാരണം മറ്റൊരാൾക്ക് അവസരം നഷ്ടപ്പെടുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടേതായ കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരായ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അത് റിയലൈസ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂർ ആവേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളം കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ശാഖയാണ് റാപ്പ്. ആ ഒരു കാര്യം അപ്പം എക്സാക്ട് റാപ്പും അല്ല, എന്നാൽ ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് ഒരു ചായവെള്ള രീതിയിൽ നമ്മൾ ലിറ്റിൽ ഹാർട്സിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ആ സിനിമ കണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഫീല് വരുന്നത് ഈ പാട്ടുകളുടെയും കൂടെ സ്കോറുകൾ പാട്ടായിട്ട് കുറെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പടത്തിൽ 10-12 പാട്ടുകളുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു? എല്ലാ മ്യൂസിക്കും എല്ലാ കൈൻഡ് ഓഫ് മൂവീസും എല്ലാ കൈൻഡ് ഓഫ് ആർട്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. നമുക്കും അത് ചെയ്യാൻ ഏറ്റവും വളരെയധികം ആഗ്രഹമുള്ളതുമാണ്. അപ്പം മാത്രമല്ല മൂവി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു മൂവിയുടെ അകത്ത് ലവ് സോങ് ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, റാപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ്. സത്യത്തിൽ ലിറ്റിൽ ഹാർട്സിൽ ഒറ്റനോട്ടത്തിൽ നോക്കി അല്ലെങ്കിൽ പുറത്ത് നോക്കിയാൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു നാടൻ സ്ഥലം, അത് പക്ഷേ അതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റും കൂടെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുക്കിയിൽ നടക്കുന്ന ഒരു നാടൻ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം അങ്ങനത്തെ തന്നെ മ്യൂസിക് കൊടുക്കണ്ട, ടോട്ടലി കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും സൗണ്ടിങ്ങിലാണെങ്കിലും കൊടുക്കാം. എന്നാലും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയതുകൊണ്ടാണ് ലിറ്റിൽ ആർട്സിനെ അങ്ങനെ അപ്രോച്ച് ചെയ്തത്. ശരിക്കും ഒരു നാടൻ അപ്രോച്ച് വേണ്ട എന്നുള്ളൊരു ഫീൽ. അതിന് മറ്റുള്ളവരെങ്ങനെ അപ്രോച്ച് ചെയ്തു? അതായത് മറ്റുള്ളവരെങ്ങനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്തൊക്കെ തരത്തിലുള്ള റിയാക്ഷൻസ് വന്നു? അത് ഈ പറഞ്ഞ പോലെ നല്ല, എനിക്ക് അത് മൂവി കണ്ടു കഴിഞ്ഞ ഒരുപാട് പേര് ഇതേപോലെ തന്നെ പറഞ്ഞു, ഇത് കൈലാസ് ചെയ്താന്ന് തോന്നിയില്ല. കൈലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റൈലാണ്, പക്ഷെ അത് അങ്ങനെയല്ല തോന്നിയത് എന്നുള്ള പറഞ്ഞു. അതിപ്പം നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിംഗ് ആണ്, ഓപ്പൺ ആണ് ശരിക്കും എന്ത് രീതിയിൽ ചെയ്യാനായിട്ടും. പക്ഷേ ശരിക്കും ഒരു ഫിലിം മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയൊരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ മാത്രം വില്ലിങ് ആയിട്ട് കാര്യമില്ല, നമ്മുടെ ടീമും നമ്മുടെ ഡയറക്ടറിൻ്റെ വിഷനാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് മ്യൂസിക്കിലൂടെ. അപ്പം ആ ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ അവർക്കും അത് അക്സെപ്റ്റബിൾ ആകുമ്പോഴാണ് നമ്മുടെ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ആക്ച്വലി ചിലപ്പോൾ പുറം ലോകം കാണുക. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല ടീംസും അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ഇപ്പം നല്ല നിലാവുള്ള രാത്രി എന്നൊരു മൂവി കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അത് അതിൻ്റെ സ്കോറ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ ചെയ്തൊരു സ്കോറാണ്. അപ്പം ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കണ്ടു കാണില്ലായിരിക്കും മൂവി, പക്ഷേ കണ്ടിടത്തോളം ആൾക്കാർ ഒരിക്കലും എൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു വർക്കായിരുന്നു എന്ന് പറഞ്ഞൊരു വർക്കാണ്. അപ്പം നമുക്ക് വളരെ സന്തോഷമാണ് അങ്ങനത്തെ മൂവീസും പ്രൊജക്ട്സും ചെയ്യാനായിട്ട്. നാദിർഷയൊക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു പരിപാടിയിൽ കണ്ടസ്റ്റൻസിന് കുറച്ച് വരികൾ കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ട് മ്യൂസിക് ചെയ്ത് കൊടുക്കാൻ പറയുമോ? അതെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഞാൻ ആലോചിക്കും അത്ര ഈസിയുള്ള പരിപാടിയാണോ എല്ലാവർക്കും? എനിക്കറിയില്ല, ചില കമ്പോസേഴ്സിന് അത് ഭയങ്കര ഈസിയാണ്, ചില കമ്പോസേഴ്സ് അത് ഓൺ ദ സ്പോട്ട് വളരെ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് വരികൾ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നമ്മളും അത് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ വരികൾ ചിലപ്പോൾ ആദ്യം വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. ചിലവർ അതിൽ ഭയങ്കരമായ പുലികളാണെന്ന് പറയാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്ത് വരി കിട്ടിയാലും പാട്ടാക്കുന്ന ഒരാളായി ഞാൻ കണ്ടിട്ടുള്ള ഗോപി സുന്ദറായിരുന്നു. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിയസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം പുള്ളിക്കൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ട് ഒരു മരണവാർത്ത ഒരു പാട്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതെല്ലാം വെച്ച് വേണമെങ്കിൽ അപ്പം തന്നെ ഒരു പാട്ടുണ്ടാക്കി തരും. അത്രയും സ്കില്ലായിട്ടുള്ളൊരു, എനിക്കൊന്നു പുള്ളിയുടെ കോൺഫിഡൻസും പുള്ളിയുടെ എക്സ്പീരിയൻസും ആണെന്ന് തോന്നുന്നു അതിനൊരു റീസൺ. ഞാൻ മേ ബി പലർക്കും അത് പറ്റുന്ന കാര്യമായിരിക്കാം, പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ ഒരു കമ്പോസറാണ് ഗോപി ചേട്ടൻ.